നീറ്റ് 2024 മെയ് 5 ഇന്ത്യയിലാകമാനമായി 23 ലക്ഷം വിദ്യാർത്ഥികൾ അറ്റൻഡ് ചെയ്തപ്പോൾ ഇതാ ഐതിഹാസിക വിജയവുമായി ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല. കേരളത്തിലേക്ക് ആദ്യമായി 720 മാർക്കും മലയാളികളിലേക്ക് 720 ബ്രില്യൻ സ്റ്റഡി സെന്റർ പാലായിലെ കുട്ടികൾ കടന്നു വരുന്നു. ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, 4 സാറേ. യെസ്, 4 വിദ്യാർത്ഥികളാണ്. തീർച്ചയായിട്ടും 720 മെയ് 5 ബ്രില്യന്റിന്റെ ചുണക്കുട്ടികളാണ് എക്സാം സെന്റർ വിട്ട് അപ്പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. നീറ്റ് 2024 ഐതിഹാസികമായ ചരിത്രത്തിൽ തന്നെ കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ 4 വിദ്യാർത്ഥികൾ അഖിലേന്ത്യാ തലത്തിൽ നടക്കുന്ന നീറ്റ് എക്സാമിന് 720 മാർക്ക് വാങ്ങുക എന്നത് ചരിത്ര നേട്ടം കുറിച്ച് ബ്രില്യന്റ് മുന്നോട്ട് വെക്കുകയാണ് അടുത്ത വർഷത്തെ യാത്രയിൽ. ഓൾ ഇന്ത്യ റാങ്കിംഗ് 1 മെഡിക്കലിൽ ആദ്യമായിട്ട് ഓൾ ഇന്ത്യ റാങ്ക് ഒരു പക്ഷേ ബ്രില്യന്റിലേക്ക് എത്തിയേക്കാം. കാരണം നമുക്കതറിയാം, ഒന്നിൽ കൂടുതൽ വിദ്യാർത്ഥികൾ 720 എത്തുമ്പോൾ ഒരു ലോട്ട് സിസ്റ്റത്തിൻ്റെ കമ്പ്യൂട്ടർ തന്നെ തയ്യാറാക്കുന്ന ഒരു ലോട്ട് സിസ്റ്റത്തിലാണ് റാങ്കിംഗ് തീരുമാനിക്കുന്നതെങ്കിലും അതും ഒരു പക്ഷേ നമുക്ക് അനുകൂലമാണെങ്കിൽ ഈ വർഷം കേരളത്തിൻ്റെ ചരിത്രത്തിലും 720 ഓൾ ഇന്ത്യ റാങ്ക് 1 ബ്രില്യൻ സ്റ്റഡി സെന്റർ ബ്രില്യൻ സ്റ്റഡി സെന്റർ നൽകിയ 1 കോടി രൂപയാണ് നമ്മൾ നൽകാൻ പോകുന്നത്. തീർച്ചയായിട്ടും ബ്രില്യന്റിന്റെ വിക്ടറി ഡേ നമുക്ക് ജൂൺ മാസത്തിൽ അല്ലെങ്കിൽ ജൂലൈ മാസത്തിൽ അരങ്ങേറുമ്പോൾ 1 കോടി രൂപയായിരിക്കും ആ വേദിയിൽ ഓൾ ഇന്ത്യ 1 റാങ്കുകാരന് ബ്രില്യൻ സ്റ്റഡി സെന്ററിലാണെങ്കിൽ നമ്മൾ സമ്മാനമായി നൽകുക. എൻ്റെ ബ്രില്യന്റ് ഫാമിലിക്കും മലയാളി സമൂഹത്തിനും ഇത് വളരെ വളരെ തീർച്ചയായിട്ടും അത്ഭുതമായ റിസൾട്ടായിട്ട് തോന്നുമെങ്കിലും ബ്രില്യന്റ് ആ ചരിത്രം തിരുത്തി കുറിക്കുകയാണ്. 2023 നിർത്തിയിടത്തുനിന്ന് വളരെയധികം മുന്നോട്ട് പോവുകയാണ് സാർ. വിജയ ശതമാനം കുതിച്ചുയർന്ന ഒരു വർഷം തന്നെയാണ് 2024. കഴിഞ്ഞ വർഷത്തെ 2023 100% അല്ലെങ്കിൽ അതിനേക്കാളേറെയൊക്കെ നമുക്ക് വിജയം പ്രതീക്ഷിക്കുന്ന ഒരു നീറ്റ് എക്സാമാണ് ഇന്നലെ നീറ്റ് 2024 കഴിഞ്ഞത്. സാർ, 720 ഈ യാത്ര നമ്മുടെ കുട്ടികൾ എത്രത്തോളം പ്രിപ്പയർഡ് ആയിരുന്നു അതിന്? അവര് കഴിഞ്ഞ ജൂൺ 15 വന്ന് ഇവിടെ ക്ലാസ്സിലിരുന്നു, കൃത്യമായിട്ട് പരീക്ഷകളിരുന്നു, ക്ലാസ്സുകൾ നടക്കുന്നു. ഇന്ത്യയിലെ ഏറ്റവും നല്ല പ്രൊഫസേഴ്സ്, അവരുടെയൊക്കെ റോള് നമുക്ക് വിസ്മരിക്കാവുന്നില്ല. എൻറ്റയർ ഫാക്കൽറ്റി അവരെ നമുക്ക് തീർച്ചയായിട്ടും ഈ വേദിയിൽ മെന്റേഴ്സ് ആണെങ്കിലും ഹോസ്റ്റൽ വാർഡന്മാരാണെങ്കിലും എൻ്റെ ബ്രില്യന്റ് ഫാമിലിയുടെ ഒരു ഹെൽപ്പ് ആ കുട്ടികൾക്കുണ്ട്. അവര് ഹാർഡ് വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ അവസാനം നമ്മൾ സീരീസ് ഓഫ് മോഡൽ എക്സാംസ്, തീർച്ചയായിട്ടും ആ മോഡൽ എക്സാമുകളിലും 720 തിളങ്ങി നിന്ന വിദ്യാർത്ഥികൾ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ നീറ്റ് എക്സാമിലും അതേ തിളക്കത്തോടുകൂടി പൊൻതിളക്കത്തോടുകൂടി ആദ്യമായി ഇതാ 720 കേരളത്തിന്റെ ചരിത്രത്തിലും നീറ്റ് 2024 സ്ഥാനം പിടിക്കുന്നു. നമ്മളിവിടെ നടത്തിയ എക്സാമുകളൊക്കെ നമ്മളിപ്പോൾ ഓർത്തു പോവുകയാണ്. നമ്മൾ ഹാർഡ് എക്സാമുകളാണ് നടത്തിയത്. ടഫസ്റ്റ് ക്വസ്റ്റ്യൻസ് കൊടുത്തു, ടഫ് ക്വസ്റ്റ്യൻസ്, മോഡറേറ്റ് ക്വസ്റ്റ്യൻസ്, ആവറേജ് ക്വസ്റ്റ്യൻസ്, എല്ലാ ടൈപ്പിലുള്ള പരീക്ഷകളും നടത്തി. അപ്പോൾ കുട്ടികളൊക്കെ ഓരോ സമയത്ത് പറയുന്നുണ്ട്, സാർ നമ്മുടെ എക്സാം പാടാണ്, എങ്ങനെയാണ് ഈ രീതിയിലാണോ നീറ്റിന്റെ ക്വസ്റ്റ്യൻ വരിക? അപ്പോൾ നമ്മൾ പറയുന്നുണ്ട് അവരോട്, ഹാർഡസ്റ്റ് ടൈം ക്രിയേറ്റ്സ് സ്ട്രോങ് മൈൻഡ്. തീർച്ചയായിട്ടും. കാരണം NCERT അധിഷ്ഠിതമായ കൃത്യമായൊരു സിസ്റ്റത്തിലൂടെ, ഒരു പരീക്ഷയിലൂടെ നമുക്ക് ഫുൾ മാർക്ക് തന്നെ ബ്രില്യൻ സ്റ്റഡി സെൻ്ററിൻ്റെ കുട്ടികൾ ഇതാ ഈ ചരിത്രത്തിൽ, ബ്രില്യൻറ്റിൻ്റെ ചരിത്രത്തിൽ, കേരളത്തിൻ്റെ ചരിത്രത്തിൽ 720 ഇതാ നമ്മുടെ കുട്ടികൾ എത്തുന്നു. 1 2 3 4 വിദ്യാർത്ഥികൾ. ശരിയാണ്, NTA ഒഫീഷ്യൽ ആൻസർ കീ ജൂൺ ആദ്യത്തെ മാസത്തിലായിരിക്കും പ്രസിദ്ധീകരിക്കുന്നത്. അതിൽ നമുക്ക് 1-2 ക്വസ്റ്റ്യൻസുകൾ മാറ്റങ്ങൾ വന്നേക്കാം. എങ്കിൽ പോലും നമുക്ക് 720 തീർച്ചയായിട്ടും ഉണ്ടാകും. ഏത് രീതിയിൽ NTA ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ, കാരണം താഴേക്ക് ഇങ്ങനെ സീരീസ് ഓഫ് മാർക്കുകൾ കിടക്കുകയാണ്. തീർച്ചയായിട്ടും യഥാർത്ഥ മാർക്ക് നമ്മൾ പറഞ്ഞു തീരുമ്പോൾ കേരള സമൂഹം ഞെട്ടും. തീർച്ചയായിട്ടും കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ നീറ്റിന് ഇത്രയേറെ ഓൾ ഇന്ത്യ റാങ്കിങ്ങിലേക്ക്, ഓൾ ഇന്ത്യ അലോട്ട്മെന്റുകളിലേക്ക്, എയിംസുകളിലേക്ക്, ജിപ്മറുകളിലേക്ക്, അതുപോലെ ഓൾ ഇന്ത്യയിലെ ഓരോ വിവിധ സ്റ്റേറ്റുകളിലെയും ടോപ്പ് മെഡിക്കൽ കോളേജുകളിലേക്ക് മലയാളികൾ ഇരമ്പി ആർത്ത് കയറുന്ന ബ്രില്യൻ സ്റ്റഡി സെന്ററിന്റെ ബാനറുമായി ബ്രില്യന്റിൽ പഠിച്ച കുട്ടികൾ ഇരമ്പി ആർത്ത് കയറുന്ന ഓൾ ഇന്ത്യ അലോട്ട്മെന്റിൽ ചരിത്രം സൃഷ്ടിക്കുന്ന ഒരു വർഷമായിരിക്കും ഈ 2024. കഴിഞ്ഞ 2 വർഷങ്ങളിൽ നമ്മൾ പറഞ്ഞ ക്യാപ്ഷൻസ് ഇപ്പൊ എന്റെ ഓർമ്മ വരികയാണ്. റിസൾട്ട് ഉള്ളത് പഠിക്കാം, റാങ്കുകൾ കരസ്ഥമാക്കാം. തീർച്ചയായിട്ടും ഓൾ ഇന്ത്യ 1 റാങ്ക് ഉൾപ്പെടെ കഴിഞ്ഞ മുമ്പത്തെ വർഷം പറഞ്ഞ ഒന്നാമനാകാൻ ഒന്നാമനൊപ്പം. അപ്പൊ ഒന്നാമനൊപ്പം ചേർന്നവർക്ക്
റിസൾട്ട് ഉള്ളത് പഠിക്കാൻ എത്തിയവർക്ക് വളരെ മനോഹരമായ റിസൾട്ടാണ് മലയാളി സമൂഹത്തിന് മുന്നിൽ, എൻ്റെ മലയാളി സമൂഹത്തിന് മുന്നിൽ ബ്രില്യന്റ് കാഴ്ചവെക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഇത് നമുക്ക് അടുത്തത് 715, അതായത് ഒരു ചോദ്യം അറ്റൻഡ് ചെയ്യാതിരിക്കുകയോ അല്ലെങ്കിൽ ഒരു ചോദ്യം ഉത്തരമായിട്ട് തെറ്റിപ്പോവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 715, 720 അതെ അതെ ആ റേഞ്ചിൽ വന്നിരിക്കുന്നത് 12 കുട്ടികളാണ്. 12 വിദ്യാർത്ഥികൾ. അതായത് ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്തിട്ട് തെറ്റ് വരികയോ ചെയ്തിട്ടുണ്ടെങ്കിൽ 715 അല്ലെങ്കിൽ 716 സ്കോറാണ് അദ്ദേഹത്തിന് നേടുന്നത്. അങ്ങനെ 12 വിദ്യാർത്ഥികളാണ് ബ്രില്യൻ സ്റ്റഡി സെന്ററിൽ നിന്നും ഇന്നലെ നീറ്റ് എക്സാം കഴിഞ്ഞ് ഇത് പുറത്തേക്ക് വന്നിരിക്കുന്നത്. ഒരു ക്വസ്റ്റ്യൻ തെറ്റിപ്പോകുന്നവർക്ക് 715 മാർക്ക്, ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാതിരിക്കുന്ന ആൾക്ക് 716 മാർക്ക്. 716 ബ്രില്യൻ സ്റ്റഡി സെന്ററിലുണ്ട്, 715 ഉണ്ട്. അങ്ങനെ ഒന്നല്ല 12 വിദ്യാർത്ഥികളാണ് വീണ്ടും തിലകക്കുറിയായിട്ട് ബ്രില്യൻ സ്റ്റഡി സെന്ററിന്റെ ചരിത്രത്തിൽ പൊൻതൂവലായിട്ട് അണിഞ്ഞിരിക്കുന്നത്. ഈ വിദ്യാർത്ഥികളൊക്കെ ഇതിലൂടെ കടന്നുപോയ സമയങ്ങൾ നമ്മൾ ഓർക്കുകയാണ്. എന്തുമാത്രം അവര് നമ്മുടെ ഒപ്പം നിന്ന് തോളോട് തോൾ ചേർന്ന് എൻ്റെ ബ്രില്യന്റ് ഫാമിലി പറഞ്ഞതനുസരിച്ച് കൃത്യമായിട്ട് ഓരോ ഡയറക്ടേഴ്സ് നൽകിയ നിർദ്ദേശങ്ങൾ, കൃത്യമായ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് ഓരോ ഘട്ടങ്ങളിലും. കാരണം നമ്മുടെ മാനേജ്മെന്റ് സിസ്റ്റം, അതുപോലെ തന്നെ നമ്മുടെ ഫാക്കൽറ്റീസ്, കേരളത്തിനകത്തും പുറത്തുമുള്ള ഫാക്കൽറ്റീസിന്റെ ഒരു സഹായങ്ങൾ, അതുപോലെ തന്നെ നമ്മളുടെ എൻ്റെ എക്സാം പാറ്റേണുകളുടെ അതിന്റെ റിസൾട്ട് അനാലിസിസുകളിലൂടെ NCERT അധിഷ്ഠിതമായ ക്വസ്റ്റ്യൻ തയ്യാറാക്കുന്നതിലൂടെ തീർച്ചയായിട്ടും മെറ്റീരിയൽ പ്രിപ്പറേഷനിലെല്ലാമുള്ള തികഞ്ഞ ഒരു സമ്പൂർണ്ണ വിജയമാണ് നീറ്റ് 2024. മോഡൽ എക്സാമുകളിൽ നമ്മൾ അത് സിലബസ് കംപ്ലീറ്റ് കവർ ചെയ്തിട്ടുണ്ട് പല തവണ. തീർച്ചയായും ആ സിലബസ് കവർ ചെയ്തതിന്റെ ഏറ്റവും വലിയ ഗുണം കിട്ടിയിരിക്കുന്നതാണ്. അതായത് 715 മുകളിൽ നമുക്ക് 715, 716 ഉൾപ്പെടെ 12 വിദ്യാർത്ഥികൾ, 720 ഒന്നിനകത്ത് ഇനിയിപ്പോൾ കീഴ് വ്യത്യാസം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരാൾ തീർച്ചയായിട്ടും 1 അല്ലെങ്കിൽ 4 വിദ്യാർത്ഥികളായിരിക്കും 720 വരുന്നതെങ്കിൽ 716 ഉൾപ്പെടെ 12 വിദ്യാർത്ഥികൾ നീറ്റ് 2024 715 മാർക്കിന് മുകളിൽ ഒരു സ്ഥാപനത്തിൽ നിന്ന്, അത് ഇന്ത്യയുടെ ഇങ്ങറ്റത്തിടക്കുന്ന മലയാളികളുടെ മാത്രം, കേരളത്തിൽ ഉള്ളവരുടെ തന്നെ ഒരു കൊച്ചു സംസ്ഥാനം ബ്രില്യൻ സ്റ്റഡി സെന്ററിനെ വിശ്വസിച്ചതിന്റെ വിജയമാണ്. അതിന്റെ ആദ്യത്തെ 12 വിദ്യാർത്ഥികളുടെ മാത്രമാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇതിനകത്ത് മലയാളികളല്ലാത്ത ഒരു വിദ്യാർത്ഥിയും ഇല്ല. യഥാർത്ഥ റിസൾട്ട് ഉള്ളിടത്ത് പഠിച്ചാൽ റാങ്കുകൾ കരസ്ഥമാക്കാം, അടിവരയിടുകയാണ്. മലയാളികളുടെ മാത്രം റിസൾട്ട്, ബ്രില്യൻ സ്റ്റഡി സെന്ററിന്റെ യഥാർത്ഥ വിജയം തന്നെ നീറ്റ് 2024 നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സാറേ അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 710, അതായത് 2 ക്വസ്റ്റ്യൻ തെറ്റിപ്പോവുകയോ അല്ലെങ്കിൽ 2 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാതിരിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ 710 മുതൽ 714 അല്ലെ 12, 13, 14 ഒരു മാർക്ക് ഉണ്ടാവില്ല. 710, 12 റേഞ്ചുകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് 2 ക്വസ്റ്റ്യൻ വിടണം. അത് തന്നെ, ഒന്നുകിൽ 2 ക്വസ്റ്റ്യൻ വിട്ടു, അല്ലെങ്കിൽ ഒരെണ്ണം വിട്ടു, ഒരെണ്ണം തെറ്റിപ്പോയി. ആ റേഞ്ചിൽ വരുമ്പോൾ 710, 712 റേഞ്ചിൽ വരുമ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികളുടെ എണ്ണം 15. അതായത് കഴിഞ്ഞ വർഷത്തേതിനേക്കാളും നിങ്ങൾക്ക് തന്നെ കാണാം ബ്രില്യൻ സ്റ്റഡി സെന്ററിന്റെ ചരിത്രത്തില്, കേരളത്തിന്റെ ചരിത്രത്തില് നീറ്റ് 2024 ഐതിഹാസികമായ വിജയം, അത്യപൂർവമായ വിജയം. ഓരോ വർഷവും ബ്രില്യന്റ് ചരിത്രം തിരുത്തുകയാണ്. ബ്രില്യന്റ് സൃഷ്ടിച്ച ചരിത്രമാണ്. ചരിത്രം മാറ്റപ്പെടുകയല്ല, ചരിത്രം തന്നെ നമുക്കിവിടെ ആവർത്തിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. നീറ്റ് 2024 710 മുകളിൽ 720 വരെയുള്ള 15 വിദ്യാർത്ഥികളെയാണ് മലയാളികൾക്കായിട്ട്, എൻ്റെ മലയാളി സമൂഹത്തിനായിട്ട് ബ്രില്യൻ സ്റ്റഡി സെന്റർ പഠിപ്പിച്ചൊരുക്കിയത്. തീർച്ചയായിട്ടും. അതായത് 720 നമുക്ക് 200 ചോദ്യങ്ങളിൽ നിന്ന് അവരെ ആറ്റിക്കുറുക്കി 180 കൃത്യമായ ഉത്തരങ്ങൾ എത്തിച്ചേരുമ്പോൾ ഒന്നെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ തെറ്റി, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ കൂടെ അറ്റൻഡ് ചെയ്തില്ല. അങ്ങനെ എത്തിയ 710 മുകളിൽ 180 ശരിയാക്കിയ 720 ഉൾപ്പെടെ തയ്യാറാക്കിയ 710 720 ഇടയ്ക്ക് 15 വിദ്യാർത്ഥികളാണ് ബ്രില്യൻ സ്റ്റഡി സെന്റർ പാലായിൽ. അതിൽ കീയുടെ ആനുകൂല്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഓൾ ഇന്ത്യ റാങ്കിങ് അടിസ്ഥാനത്തിലൊക്കെ നമുക്ക് ജൂൺ 14 തീയതി കൃത്യമായിട്ട് നമ്മൾ ലൈവിൽ വരും. തീർച്ചയായിട്ടും അത്ഭുതപ്പെടുത്തുന്ന റിസൾട്ടുമായിട്ടായിരിക്കും അന്ന് ബ്രില്യൻ സ്റ്റഡി സെന്ററിന്റെ പ്രതിനിധികളായിട്ടുള്ള ആളുകള് ബ്രില്യന്റിന്റെ യൂട്യൂബ് ലൈവിൽ നിന്ന് മാലോകരെ ഈ വിജയം അടിവരയിട്ട്, അതായത് ഒഫീഷ്യലായിട്ട് നമ്മൾ അറിയിക്കുന്നത്. ഇതിപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഇത് ആഘോഷിക്കപ്പെടേണ്ടതാണ്. മലയാളികളുടെ വിജയം, ബ്രില്യന്റിന്റെ വിജയം ആഘോഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. ബ്രില്യന്റ് ഓരോ വർഷങ്ങളിലും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞത് റിസൾട്ട് വരുമ്പോൾ അതിൽ കൂടുക, അതുക്കും
മേലെ എന്നുള്ള രീതിയിൽ. തീർച്ചയായിട്ടും കാരണം നമ്മളുടെ കുട്ടികൾ അത്യധികം, കാരണം ഇതെല്ലാം ഇപ്പം 710 മുകളിൽ നമുക്കിപ്പോൾ 15 വിദ്യാർത്ഥികളാണെന്നുണ്ടെങ്കിൽ എല്ലാ വിദ്യാർത്ഥികളും താഴോട്ടുള്ള നമുക്കറിയാം എൻ്റെ ലിസ്റ്റുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും ആ കുട്ടികളുടെ വിജയം പലരും ചോദിച്ചു എങ്ങനെയാണ് ബ്രില്യന്റിൽ ഇത്രയും അധികം വിജയം ഉണ്ടാകുന്നത്. തീർച്ചയായിട്ടും പറഞ്ഞത് ഏറ്റവും നല്ല കുട്ടികൾ എക്സ്ട്രീംലി ക്രീം ആയിട്ടുള്ള സ്റ്റുഡൻസ് അവരുടെ ഒന്നാമത്തെ ചോയ്സ് ബ്രില്യൻ സ്റ്റഡി സെന്റർ ആകുമ്പോൾ, ഒന്നുകിൽ 10ാം ക്ലാസ് കഴിയുമ്പോൾ അല്ലെങ്കിൽ 12ാം ക്ലാസ് കഴിയുമ്പോൾ എവിടെയാണ് പഠിക്കേണ്ടത്? ഒറ്റ ഉത്തരമാണ് കേരളത്തിൽ മലയാളികൾക്കിടയിൽ ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ. അവരുടെ ഒരുമയുടെ വിജയം, അവരുടെ ത്യാഗപൂർണമായ കഠിനാധ്വാനത്തിൻ്റെ വിജയം, അതിൻ്റെ ഒരു ഭാഗമാകുവാൻ, അതിലൊരു ഫാക്ടറാകുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഒന്നാമത്തെ ഇതിൻ്റെ വിജയത്തിൻ്റെ 720 ഉൾപ്പെടെയുള്ള ഈ വിജയത്തിൻ്റെ ഒന്നാമത്തെ അവകാശികൾ, അതിൻ്റെ ആത്യന്തികമായ പരിപൂർണമായ ഉത്തരവാദിത്വം എല്ലാം ആ വിദ്യാർത്ഥികളുടെ, കാരണം തീർച്ചയായിട്ടും അവരുടെ രക്ഷകർത്താക്കളുടെ അവരുടെ ഒരു പഠനം ഒരു തപസ്യാക്കിയെടുത്ത വിദ്യാർത്ഥികളുടെ വിജയമാണ്. തീർച്ചയായിട്ടും അതിനൊപ്പം തന്നെ നമ്മുടെ ബ്രില്യൻ ഫാക്കൽറ്റീസിനാണ്. അതിനുശേഷം നമുക്ക് ഏറ്റവും അവരെ നന്ദിയോടെ ഏറ്റവും അധികം സ്മരിക്കേണ്ടത് ബ്രില്യൻ ഫാക്കൽറ്റീസ്. ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജിയുടെ കൃത്യമായ 180 ഉത്തരങ്ങൾ. കാരണം ഇത്രയും മോഡലുകളിലൂടെ നടത്തിയിട്ട് ഏതൊക്കെ രീതിയിൽ ക്വസ്റ്റ്യനുകൾ വന്നു, അസേഷൻ റീസൺ, സ്റ്റേറ്റ്മെന്റ് ലെവല്, ഒബ്ജക്റ്റീവ്, ഓർഗാനിക്, ഇൻഓർഗാനിക്, സിലബസിലുള്ള മാറ്റം, മോഡൽ എക്സാമിലൂടെ മാത്രം 20,000-ന് മുകളിൽ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഏറ്റവും ഉന്നതമായ വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക്, അതായത് റിസൾട്ട് വരുമ്പോൾ, അതായത് ബ്രില്യന്റിൽ നിന്ന് റിസൾട്ട് പെരുമ, ബ്രില്യന്റിന്റെ റിസൾട്ട് പെരുമ പത്രമാധ്യമങ്ങളിലൂടെ നമുക്ക് അടുത്ത റിസൾട്ട് നമുക്ക് മെസ്സേജ് ആയിട്ട് വന്നിട്ടുണ്ട്. ഏതാണ്ട് 709-700 ഇടയിലും 700 മുകളിൽ, അതായത് 700 മുതൽ 710 വരെ. നമുക്ക് അതൊന്ന് നോക്കിയിട്ട് മൊത്തത്തിലോട്ട് പോകാം. 140 വിദ്യാർത്ഥികളാണ് 700 മാർക്കിന് മുകളിൽ ബ്രില്യൻ സ്റ്റഡി സെന്റർ ഉള്ളത്. കഴിഞ്ഞ വർഷം ശിവൻ സാറേ ഇത് 10 പേരായിരുന്നെങ്കിൽ 14 ഇരട്ടി 140 വിദ്യാർത്ഥികളിൽ എത്തി നിൽക്കുന്നു ബ്രില്യൻ സ്റ്റഡി സെന്ററിന് 700 മാർക്കിന് മുകളിൽ. 700-നും 710-നും ഇടയില് 113 പേര്. അത് 700 മുകളിൽ എത്തുമ്പോ 700-നും 720-നും അടുത്ത് എത്തുമ്പോഴേക്കും 140 വിദ്യാർത്ഥികളാണ്. 140 നോട്ട് ഔട്ട് എന്ന് പറയേണ്ടി വരും. ഈ നോക്കാത്ത വിദ്യാർത്ഥികളുണ്ട്. തീർച്ചയായിട്ടും അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ എയിംസ് ഡൽഹിയിൽ, ജിപ്മറിൽ, അതുപോലെ തന്നെ ഭുവനേശ്വറിൽ, ഭോപ്പാലിൽ, അല്ലെങ്കിൽ നമ്മുടെ കോഴിക്കോട്, തിരുവനന്തപുരത്ത് ഏത് മെഡിക്കൽ കോളേജുകളിലും ടോപ്പേഴ്സിൻ്റെ ഒരു മലയാളികളുടെ ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൻ്റെ 700-ന് മുകളിൽ 140 വിദ്യാർത്ഥികളാണ് ഈ വർഷം ഇതുവരെ നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. തീർച്ചയായിട്ടും ഫസ്റ്റ് കൗണ്ടിൽ തന്നെ നമുക്ക് 720 4ഓളം വിദ്യാർത്ഥികൾ, 715-നും 720-നും ഇടയ്ക്ക് 12ഓളം വിദ്യാർത്ഥികൾ, 710, 712, 15 വിദ്യാർത്ഥികൾ, 709-നും ഇടയ്ക്ക് 113 വിദ്യാർത്ഥികൾ. അങ്ങനെ മൊത്തം 700-ന് മുകളിൽ 140 വിദ്യാർത്ഥികളെയാണ് നമുക്ക് അവതരിപ്പിക്കാനായിട്ട് സാധിക്കുന്നത്. പല പേരൻസ് കുട്ടികൾ വിളിക്കുന്നു, പല സ്ഥാപനങ്ങളിൽ നിന്നുള്ള അധ്യാപകർ വിളിക്കുന്നു, നിങ്ങൾ എന്താ റിസൾട്ട് പബ്ലിഷ് ചെയ്യാത്ത? അതായത് പലരും ചോദിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു തരാണ്, ലേറ്റ് ആയിട്ട് വരും. ലേറ്റ് ആയിട്ട് വന്നപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും കാരണം ഈ വിജയം നമുക്ക് ആവർത്തിക്കപ്പെടേണ്ടത് തന്നെയാണ്. കാരണം ഇത് വിദ്യാർത്ഥികൾക്കിടയിൽ ഒരു ചർച്ചയാവേണ്ടതാണ്. ഏറ്റവും നല്ല വിദ്യാർത്ഥികൾ ഒരുമിക്കുമ്പോൾ, മലയാളികൾ തമ്മിലുള്ള ഏറ്റവും വലിയൊരു നല്ലൊരു സമൂഹം സൃഷ്ടിക്കപ്പെടുമ്പോൾ, പഠിക്കാൻ ഒരു സ്ഥാപനം സെലക്ട് ചെയ്യുമ്പോൾ വരെ ഓർക്കേണ്ട കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പ്, അതിലാണ് ഈ വിദ്യാർത്ഥികൾ വിജയം കണ്ടെത്തിയിരിക്കുന്നത്. നീറ്റ് 2024 ഇന്നലെ 23 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ എഴുതിയപ്പോൾ 720 മാർക്കോടുകൂടി കേരളത്തിന്റെ ചരിത്രത്തിൽ, പണ്ട് മലയാളികൾക്ക് കിട്ടിയിട്ടുണ്ട്, പക്ഷെ കേരളത്തിൽ അല്ലായിരുന്നു. അല്ല, 720 കിട്ടിയിട്ടുണ്ട്. അല്ല, മലയാളത്തിലല്ലാതെ മലയാളികൾ മഹാരാഷ്ട്രയിലൊക്കെ പോയി കിട്ടിയിട്ടുണ്ട്. പക്ഷെ കേരളത്തിലേക്ക് മലയാളികൾക്കായിട്ട് ആദ്യമായിട്ട് ഇതാ 720 നിയോഗം പാലാ ബ്രില്യൻ സ്റ്റഡി സെന്റർ. തീർച്ചയായിട്ടും ആ പൊൻതൂവൽ ബ്രില്യൻ സ്റ്റഡി സെന്ററിന്റെ തൂവൽ കിരീടത്തിൽ തന്നെയാണ് 720-ന്റെ ഇനി ഒരു പക്ഷേ അനുഗ്രഹം നമുക്കാണെങ്കിൽ ഓൾ ഇന്ത്യ റാങ്കിങ് 1 തിലകക്കുറിയും ബ്രില്യൻ സ്റ്റഡി സെന്റർ 1 കോടി രൂപയുടെ
സ്കോളർഷിപ്പുമാണ് തീർച്ചയായിട്ടും 140 വിദ്യാർത്ഥികളെയാണ് 700 മുകളിലേക്ക് നമുക്ക് ഇതുവരെ നമ്മുടെ ഫസ്റ്റ് കൗണ്ടിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി നമ്മൾക്ക് താഴേക്ക് പോകേണ്ടതുണ്ട് ശിവൻ സാർ. 695 മുതൽ 720 വരെയുള്ള മാർക്കിനിടയിൽ നമുക്ക് വന്ന വിദ്യാർത്ഥികൾ ഓൾ ഇന്ത്യ റാങ്കിങ് ഒക്കെ നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. ഡബിൾ സെഞ്ചുറി 205 ഡബിൾ സെഞ്ചുറി. 700 മുകളിൽ സെഞ്ചുറി അടിച്ചെങ്കിൽ 695 ഡബിൾ സെഞ്ചുറി. 205 വിദ്യാർത്ഥികളെയാണ്, മലയാളി വിദ്യാർത്ഥികളെയാണ് ബ്രില്യന്റ് സ്റ്റഡി സെന്റർ രാജ്യത്തെ വിവിധ മെഡിക്കൽ കോളേജിലേക്ക്, രാജ്യത്തെ വിവിധ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക്, ഏറ്റവും പ്രശസ്തമായ പ്രസ്റ്റീജ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്ക് ബ്രില്യന്റ് സ്റ്റഡി സെന്ററിൽ നിന്ന് പോകുന്ന 695 മാർക്കിന് തീർച്ചയായിട്ടും വിദ്യാർത്ഥികൾ ആ റേഞ്ചിലോട്ട് എത്തുമ്പോൾ സാറേ ഡൽഹി, ജിപ്മർ, മൗലാന, ലേഡി ഹാഡിൻ, ഗ്രാൻഡ്, സെയ്ത്ത്, മദ്രാസ് മെഡിക്കൽ കോളേജ്, നമ്മുടെ കോഴിക്കോട്, തിരുവനന്തപുരം, തീർച്ചയായിട്ടും അതിനെങ്കിലും CMC വെല്ലൂര്, ആദ്യത്തെ 10 മെഡിക്കൽ കോളേജിൽ ഏത് മേഖലകളിൽ എടുക്കണമെങ്കിലും മലയാളികൾ പ്രവേശിച്ചിട്ടുണ്ടോ? ബ്രില്യന്റ് സ്റ്റഡി സെന്ററിൽ നിന്നും 695 മാർക്കിന് മുകളിൽ 205 വിദ്യാർത്ഥികളാണ് ഇതുവരെ ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. മലയാളികളുടെ എൻട്രൻസ് സ്വപ്നം പൂവണിയിക്കാൻ ബ്രില്യന്റ് സ്റ്റഡി സെന്ററിലൂടെ സാധിക്കൂ എന്ന് അടിവരയിടുന്നതാണ്. 695 മുതൽ 720 വരെയുള്ള 25 മാർക്കിനിടയിൽ 205 വിദ്യാർത്ഥികളെ അഖിലേന്ത്യാ തലത്തിൽ എത്തിച്ചിരിക്കുകയാണ്. ഓൾ ഇന്ത്യ റാങ്ക് ഒന്ന് സ്വപ്നം കാണാൻ സാധിക്കുമോ? എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം പലരും വീഡിയോ വരെ ചെയ്തിരുന്നു. അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ മലയാളികൾ എവിടെ, അല്ലെങ്കിൽ ഓൾ ഇന്ത്യ റാങ്കിങ്ങിൽ എവിടെ? ഇതാ 720, 710 മുകളിൽ, 700 മുകളിൽ, 695 മുകളിൽ 205 വിദ്യാർത്ഥികളുമായിട്ടാണ് ബ്രില്യന്റ് സ്റ്റഡി സെന്റർ നീറ്റ് 2024 അനൗൺസ്മെന്റുകളിലേക്ക് കിടക്കുന്നത്. അതായത് 690 മുകളിലേക്ക് നമ്മൾ പോകുമ്പോൾ ട്രിപ്പിൾ സെഞ്ചുറിയും കടന്നു പോയിരിക്കുന്നു. 690 മുകളിൽ, അതായത് 30 മാർക്കിന്റെ വേരിയേഷൻ വന്നപ്പോഴേക്കും 327 327 അതാണ് ബ്രില്യന്റ് സ്റ്റഡി സെന്ററിൽ ഇതുവരെ ഫസ്റ്റ് കൗണ്ടിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതായത് 720, 716, 715 ഉൾപ്പെടെ 700 ഉൾപ്പെടെ 695 ഉൾപ്പെടെ 690 മുകളിൽ എത്തുമ്പോഴേക്കും 327 എന്ന ഏറ്റവും വലിയ മാഗ്നറ്റിക് നമ്പറിലേക്കാണ്, ഡൈനമിക് നമ്പറിലേക്കാണ് ബ്രില്യന്റ് സ്റ്റഡി സെന്ററിൽ എത്തുന്നത്. ബ്രില്യന്റിന് ഇത് സ്വപ്ന നേട്ടമാണ്, വിദ്യാർത്ഥികൾക്ക് ഇത് സ്വപ്ന നേട്ടമാണ്, മലയാളി സമൂഹത്തിന് ഇത് സ്വപ്ന സാക്ഷാത്കാരമാണ്. തീർച്ചയായിട്ടും ആ രക്ഷിതാക്കള് അവരുടെ കണ്ണുകളിലുള്ള ആ ഒരു തിളക്കം, കാരണം അവരുടെ തീരുമാനം ശരിയായിരുന്നു. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ടോപ്പേഴ്സ് ഉൾപ്പെടെ ബ്രില്യന്റിലേക്ക് ഓടിയെത്തുന്ന കാഴ്ച കാണുന്നത്. ഇന്നലെ വൈകുന്നേരങ്ങളിൽ നമ്മൾ ഇതുവരെയുള്ളത് ഡീറ്റെയിൽഡ് ലിസ്റ്റ്, ഇനി കൃത്യമായിട്ട് അഡ്മിഷൻ പ്രൊസീജിയർ വരെ നമ്മൾ ഇതെല്ലാം, കാരണം നമുക്ക് ഈ ഒരു റിസൾട്ട്, ഈ ഒരു ബ്രില്യന്റിന്റെ ഈ ഒരു വിജയം എത്രത്തോളം ബാക്കിയുള്ള മറ്റേ മലയാളികൾക്കിടയിൽ അല്ലെങ്കിൽ ഓൾ ഇന്ത്യ തലത്തിൽ ഇത് എത്രത്തോളം റിഫ്ലക്ട് ചെയ്യുന്നതൊക്കെ നമുക്ക് അറിയാനിരിക്കുന്നതേ ഉള്ളൂ. പക്ഷേ ഒന്ന് ഉറപ്പിച്ചു പറയുന്നു, മലയാളികൾ ഓൾ ഇന്ത്യ അലോട്ട്മെന്റിലേക്ക് വളരെയധികം കടന്നു ചെല്ലാൻ പോകുന്നു. എയിംസുകളിൽ, ജിപ്മറുകളിൽ, അതുപോലെ തന്നെ ഓൾ ഇന്ത്യ കോട്ട പ്രവേശനത്തിലൊക്കെ മലയാളികൾ ഏറ്റവും അധികം പ്രവേശനം നേടേണ്ട വർഷമാണ് 2024. കാരണം നമുക്കറിയാം, ഒരു കാര്യം നമുക്കറിയാം, കേരളത്തിലെ ഗവൺമെന്റ് സെക്ടറിലുള്ള കോളേജുകൾ കുറവാണ്. അതുകൊണ്ട് ഗവൺമെന്റ് മേഖലയിലൂടെ നമ്മൾ എത്തുമ്പോൾ ഓൾ ഇന്ത്യ അടിസ്ഥാനത്തിൽ എയിംസുകളിൽ, ജിപ്മറുകളിൽ, ESI മെഡിക്കൽ കോളേജുകളിൽ, AFMCകളിൽ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ പ്രവേശനത്തിന് സാധ്യതയുള്ള എല്ലാ മേഖലകളിലും മലയാളികൾ കടന്നു ചെല്ലാൻ പോകുന്നു. സ്വപ്ന നേട്ടമെന്ന് പറയണം. തീർച്ചയായിട്ടും. കാരണം നമുക്കിവിടെ സീറ്റുകൾ കുറവാണെങ്കിൽ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ സീറ്റുകൾ വർദ്ധിക്കുകയാണ്. ഇവിടെ ഗവൺമെന്റ് സീറ്റുകൾ കൂടുന്നില്ല, പക്ഷേ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ സീറ്റുകൾ കൂടുകയാണ്. ഓൾ ഇന്ത്യ കോട്ട സീറ്റുകൾ കൂടുകയാണ്. അതിൽ മലയാളികളുടെ പ്രവേശന സാധ്യതകളും വളരെയധികം കൂടാൻ പോകുന്നു. അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ എയിംസുകളിൽ, എയിംസ് ലൈക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഭുവനേശ്വർ, ഭോപ്പാൽ, ജോധ്പൂർ, റൈപൂർ, ഋഷികേശ് ഏത് കോളേജുകളിലും മലയാളികൾ ധാരാളമായി കടന്നു ചെല്ലേണ്ട വർഷമാണ് 2024-25. ഈ റിസൾട്ട് മലയാളി സമൂഹം മുഴുവൻ ചർച്ച ചെയ്യേണ്ട ആവശ്യം. തീർച്ചയായിട്ടും. കാരണം സ്ഥാപനം അത് കേരളത്തിൽ രണ്ട് രീതിയിൽ കുഞ്ഞ് സംസ്ഥാനത്തെ ഒരു ചെറിയ സ്ഥാപനം, അതായത് അത് ഇന്ത്യ ഒട്ടാകെ ഡോക്ടർമാരെ സൃഷ്ടിക്കുന്ന സ്ഥാപനം, തീർച്ചയായിട്ടും ലക്ഷത്തിലേക്ക് കടക്കുന്ന സ്ഥാപനം. ഡോക്ടർമാരെ നാളിതുവരെയുള്ള ഡോക്ടർമാരുടെ എണ്ണം 1 ലക്ഷത്തിലേക്ക് കടക്കുമ്പോൾ എന്തുകൊണ്ട് ഓൾ ഇന്ത്യ റാങ്കിങ്ങിൽ വരുന്നില്ല, അല്ലെങ്കിൽ ഓൾ ഇന്ത്യ റാങ്കിങ്ങിലേക്ക്, ഓൾ ഇന്ത്യ ഒന്നാം റാങ്കിലേക്ക് നാഷണൽ ലെവലിലോട്ട് വരുന്നില്ല എന്നുള്ള ഒക്കെ ചോദ്യത്തിന് ഇതാ മറുപടിയുമായിട്ട് ബ്രില്യന്റ് സ്റ്റഡി സെന്ററിന്റെ റിസൾട്ട് ഞങ്ങൾ ഇവിടെ അനൗൺസ് ചെയ്യുന്നു. 690 മുകളിൽ
327 വിദ്യാർത്ഥികളെയാണ് ബ്രില്യൻറ്റ് സ്റ്റഡി സെൻറ്റർ അണിനിരത്തുന്നത്. 720 ഉൾപ്പെടെ 716 ഉൾപ്പെടെ 715 ഉൾപ്പെടെ 710 ഉൾപ്പെടെ 700 ഉൾപ്പെടെ 695 ഉൾപ്പെടെ 690 ഉൾപ്പെടെ ഒന്നുകൂടി നമുക്ക് പറയേണ്ടതുണ്ട് സാർ. 720 ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, നാല് കുട്ടികൾ, 4 വിദ്യാർത്ഥികൾ. 720ന്റെ തിളക്കങ്ങൾ ഒന്നിലല്ല 4ലാണ്. 720 ഔട്ട് ഓഫ് 720 180ൽ 180 ചോദ്യങ്ങൾക്കും കൃത്യമായ ആൻസർ മാർക്ക് ചെയ്ത ബ്രില്യൻറ്റ് സ്റ്റഡി സെന്ററിലെ മലയാളികളിലെ 4 വിദ്യാർത്ഥികളെയാണ് നമുക്ക് നീറ്റ് 2024ന്റെ റിസൾട്ട് പ്രഖ്യാപിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് 715 മുതൽ 720 വരെയുള്ള 12 വിദ്യാർത്ഥികൾ. തീർച്ചയായിട്ടും സ്റ്റുഡൻസ്. കാരണം നമുക്ക് ഗെയിംസ് ഡൽഹിയിലൊക്കെ ഇത്തവണ ചരിത്രങ്ങൾ മാറാൻ പോവുകയാണ്. അപ്പൊ നമുക്ക് അതൊക്കെ ഓൾ ഇന്ത്യ അടിസ്ഥാനത്തിൽ നടക്കുന്ന ഈ മറ്റുള്ള 1-2 കുട്ടികൾ മാത്രം കയറി വരുന്നത് ഒരു സ്ഥാപനത്തിന്റെ വിജയമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഇത്രയും വിദ്യാർത്ഥികൾ ഒരുമിച്ച് വരുന്നത് അത് സ്ഥാപനത്തിന്റെ വിജയമാണ്. ആ സ്ഥാപനത്തിലുള്ള വിശ്വാസവും അത്രയധികം കുട്ടികളുടെ സെലക്ഷൻ കൃത്യമായിട്ടും ഒന്നാമനോടൊപ്പം റാങ്ക് ഉള്ളെടുത്ത് പഠിക്കൂ, വിജയം കരസ്ഥമാക്കൂ, അടിവരയിടുകയാണ് ഈ വിജയം വരുമ്പോൾ. തീർച്ചയായിട്ടും 10 മുതൽ 720 വരെയുള്ള വിദ്യാർത്ഥികൾ എണ്ണുമ്പോൾ 15 വിദ്യാർത്ഥികളാണ് നമ്മൾക്കുള്ളത്. ഈ മേഖലയിൽ നമുക്ക് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ റാങ്കിംഗ് നിങ്ങൾക്ക് സ്വപ്നം കാണാം. ഗെയിംസ് ഡൽഹി നിങ്ങൾക്കും സ്വപ്നം കാണാം. ജിപ്മർ നിങ്ങൾക്കും ഇനി സ്വപ്നം കാണാം. കാരണം നിങ്ങൾക്ക് ഈ റിസൾട്ടുകളിലൂടെ നിങ്ങൾ കടന്നു പോകും. 700 മുകളിൽ 140 വിദ്യാർത്ഥികളെ 700 മുകളിൽ 140 വിദ്യാർത്ഥികളെ ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, 140 വിദ്യാർത്ഥികളാണ്. ജനുവരി മാസത്തിൽ ഈ വിദ്യാർത്ഥികളോട് പറഞ്ഞിരുന്നതാണ് അടുത്ത വർഷം ബ്രില്യന്റ് ഇരട്ടി നേട്ടം ഉണ്ടാക്കും. അതേപോലുള്ള മാർക്ക് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ പ്രതീക്ഷ കളയരുത്. നിങ്ങൾ അവസാനം വരെ ബ്രില്യന്റിനോടൊപ്പം നിൽക്കണം. അവസാനം വരെ പരീക്ഷ എഴുതണം. കൃത്യമായിട്ട് പഠിക്കണം. തെറ്റിപ്പോയി ചെയ്ത് പഠിക്കണം. അങ്ങനെയൊക്കെ ചെയ്തതിന്റെ ഏറ്റവും നല്ല ഗുണമാണ് ക്ലാസ് റൂം ബാച്ചുകളിൽ നിന്നാണ്. അതായത് ബ്രില്യന്റിന്റെ ക്ലാസ് റൂം നമ്മുടെ എക്സാമുകൾ വന്നിട്ട് നമ്മുടെ ടെസ്റ്റ് സീരീസുകളിലൂടെ ബ്രില്യന്റിന്റെ മലയാളികൾക്കിടയിൽ തന്നെ നടത്തിയ ഒരു വലിയ ചരിത്ര ഐതിഹാസിക നേട്ടമാണ്. 14 ഇരട്ടി 700 മാർക്കിന് മുകളിൽ കഴിഞ്ഞ വർഷം 10 വിദ്യാർത്ഥികളുണ്ടായിരുന്നെങ്കിൽ 10ൽ 9 അല്ലെ, ഒരു മാർക്കാണ് 700-നകത്ത്. കേരളത്തിലുള്ള ഒരു മാർക്ക് ഒരു കുട്ടിക്കാണ് വെളിയിൽ 700 മാർക്ക് ഉണ്ടായിരുന്നത്. 700 ആണെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ നോക്കൂ, ആ 700-ൽ അന്ന് 10ൽ 9 ബ്രില്യൻറ്റ് സ്റ്റഡി സെന്ററിനാണെങ്കിൽ ഇതാ 700 മുകളിൽ 140 വിദ്യാർത്ഥികള് ബ്രില്യന്റിൽ മാത്രം. ബ്രില്യന്റിൽ നിന്ന് മാത്രം 140 വിദ്യാർത്ഥികൾ. കേരളത്തിൽ നിന്നുള്ളവർ തന്നെ, കേരളത്തിൽ നിന്നുള്ള മലയാളികൾ മാത്രമായിട്ടുള്ള തീർച്ചയായിട്ടും 140 വിദ്യാർത്ഥികളെയാണ് ബ്രില്യൻറ്റ് സ്റ്റഡി സെന്ററിന്റെ റിസൾട്ടിലേക്ക് 695 എത്തിയപ്പോഴേക്കും ഒരു നമ്പർ കാണുന്നുണ്ടല്ലോ. 4, 5, 6 അല്ല 7, 4, 5, 7, അതായത് 457 എത്തുമ്പോഴും നമ്മുടെ നീറ്റ് സ്കോർ 685 മുകളിൽ 6, 8, 5 നീറ്റിന്റെ സ്കോറിന്റെ മുകളിലേക്ക് എത്തുമ്പോഴേക്കും മലയാളികളിൽ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്ററിൽ 457 വിദ്യാർത്ഥികളുടെ ചരിത്ര ഐതിഹാസിക നേട്ടവുമായിട്ട് 685 മാർക്കിന് മുകളിൽ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്ററിന്റെ കുട്ടികൾ ഇതാ ഇന്നലെ നീറ്റ് 2024ന്റെ സ്കോർ കരസ്ഥമാക്കിയിരിക്കുന്നു. നീറ്റിൽ ബ്രില്യന്റിന്റെ വിജയ തേരോട്ടമാണ്. തീർച്ചയായിട്ടും കാരണം മെഡിക്കൽ പ്രൊഫഷണൽ മേഖലകളിൽ അഖിലേന്ത്യാ അടിസ്ഥാനത്തിലൊക്കെ ഈ കുട്ടികളെല്ലാം അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ അഡ്മിഷൻ എടുക്കണം. അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ അഡ്മിഷൻ എടുക്കുമ്പോഴേക്കും കേരളത്തിൽ മലയാളികൾക്ക് ബാക്കിയുള്ള കുട്ടികൾക്ക് കേരളത്തിൽ തന്നെ സീറ്റുകൾ കയറി വരും. അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ഈ ഒരു വിജയം, കാരണം 685 457 എത്തുമ്പോഴേക്കും നിങ്ങൾ ഓർക്കുക, അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ഏറ്റവും ടോപ്പ് കോളേജുകൾ, എയിംസുകൾ, ജിപ്മറുകൾ, ഡൽഹി ബേസ്ഡ് മൗലാന, ലേഡി ഹാർഡിൻ, സഫർജംഗ്, അതുപോലെ തന്നെ ഗ്രാൻഡ് സെയ്ത്ത് കൊൽക്കത്ത, മദ്രാസ് മെഡിക്കൽ കോളേജ് ബാംഗ്ലൂർ, അതുപോലുള്ള എല്ലാ മേഖലകളിലും ഈ ടോപ്പേഴ്സ് അഡ്മിഷൻ എടുക്കണം. അങ്ങനെ വരുമ്പോൾ ഇനി ഇതിന് താഴോട്ടുള്ള വിദ്യാർത്ഥികൾക്ക് കേരളത്തിൽ തന്നെ പ്രവേശനം കിട്ടുന്ന, ബ്രില്യന്റിനെ വിശ്വസിച്ച് ഇവിടെ കൊണ്ട് കുട്ടികളെ ചേർത്ത പേരൻസിനുള്ള സ്നേഹ സമ്മാനമാണ്. തീർച്ചയായിട്ടും അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ബ്രില്യന്റിന്റെ ഏറ്റവും വലിയൊരു വൻ വിജയത്തിലേക്ക്, ഐതിഹാസിക വിജയത്തിലേക്കാണ് നമുക്ക് കടന്നു ചെല്ലാനായിട്ട് സാധിക്കുന്നത്. റിസൾട്ടാണ്
പ്രധാനം. തീർച്ചയായും റിസൾട്ടുകൾ വാർത്തകളാകുന്ന ഒരേ ഒരു സ്ഥാപനം ബ്രില്യന്റ് സ്റ്റഡി സെന്റർ. കാരണം പരസ്യത്തിൽ കാണും തന്നെയാണ് അപ്പുറത്ത് വാർത്തകളായിട്ട് വരുന്നത്. നിങ്ങൾ നോക്കൂ, മലയാളികൾ മാത്രമുള്ള, മലയാളത്തിൽ മാത്രം തേരോട്ടമുള്ള വേരോട്ടമുള്ള മലയാളി കുട്ടികളെ മാത്രം വിദ്യാർത്ഥികളെ എടുത്ത് പരസ്പരം മത്സരിപ്പിച്ച് ഏറ്റവും നല്ല ആരോഗ്യകരമായ ഒരു വിജയം 457 457 നമ്പേഴ്സാണ് 685 എന്ന് പറയുന്ന. ചിന്തിക്കാൻ, സ്വപ്നം കാണാൻ ആ കുട്ടികൾ പോലും 685 എന്ന് പറയുന്നത് എത്ര പേർ? 457 ഇത്രയധികം കരുതലുകൾ നമുക്കുണ്ട്. നമ്മൾ പ്രതീക്ഷിച്ച കുട്ടികൾ മുഴുവൻ തീർച്ചയായിട്ടും ഉദ്ദേശിച്ച മാർക്ക് കരസ്ഥമാക്കി എന്നുള്ള കാരണം തീർച്ചയായിട്ടും നമ്മുടെ പ്ലാനിങ്ങിൽ അണുവിട പോലും തെറ്റു വന്നിട്ടില്ല. 720ലേക്ക് 716ലേക്ക് കൃത്യമായ ഹോംവർക്ക് ചെയ്തതിന്റെ കൃത്യമായ വിജയമാണ് നമ്മളിപ്പോൾ ദർശിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും 485 മുകളിൽ 457 വിദ്യാർത്ഥികൾ വരുമ്പോൾ ആ കുട്ടികളെ പരിശീലിപ്പിച്ച സ്ഥാപനത്തിന് വലിയ റോളുണ്ട്. തീർച്ചയായിട്ടും സ്ഥാപനങ്ങൾ തെരഞ്ഞെടുക്കുമ്പോൾ വിദ്യാർത്ഥികളും പേരൻസും കൃത്യമായിട്ട് ആലോചിച്ച് വേണം. തീർച്ചയായിട്ടും. കാരണം 2025ലേക്ക് കാത്തിരിക്കുന്ന കുറേയധികം വിദ്യാർത്ഥികളുണ്ട്. 2025 വിജയത്തിലേക്ക് വേണ്ടിയിട്ട് അടുത്ത വർഷത്തെ നീറ്റിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നവർ ഒരു കാര്യം കരുതലോടെ നിങ്ങൾ കാണുക. കാരണം പലതിലും വിശ്വസിച്ച് നിങ്ങൾ പോകുന്നതിന് പുറമെ വിജയം, റിസൾട്ട്, അതെവിടെയാണ്? റിസൾട്ട് ഉള്ളതെടുത്ത് പഠിക്കൂ, വിജയം നേടൂ എന്ന് നമ്മൾ കഴിഞ്ഞ വർഷം പറഞ്ഞത് അന്വർത്ഥമാക്കിക്കൊണ്ട് കഴിഞ്ഞ വർഷത്തെ നീറ്റ് ലൈവ് നിർത്തിയെടുത്ത് നമ്മൾ പറഞ്ഞാണ് അടുത്ത വർഷവും നീറ്റിന്റെ റിസൾട്ട് വരുന്നിടത്ത് ഞങ്ങൾ ഇവിടെ കാണും, ഞങ്ങൾ അന്ന് വരുമ്പോൾ ഈ റിസൾട്ട് ചരിത്രം മാറുകയല്ല, ചരിത്രം ആവർത്തിക്കുകയാണ് തന്നെയാണ് നീറ്റ് 2024 ചെയ്യുന്നത്. കാരണം നമുക്കിനി അറിയാം, നമുക്ക് ബാക്കി മാർക്കുകൾ ഇപ്പം നോക്കിയോ, കമന്റുകൾ നോക്കിയേ, കട്ട് ഓഫിനെ കുറിച്ചാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ ആകുലതകൾ. കാരണം ഗവൺമെന്റ് മേഖലയിൽ അഡ്മിഷൻ കിട്ടുമോ, കട്ട് ഓഫ് എത്രയാണ്, ഓൾ ഇന്ത്യ കട്ട് ഓഫ് എത്രയാണ്, ESI കട്ട് ഓഫ് എത്രയാണെന്നുള്ള ചോദ്യങ്ങൾ ഞങ്ങൾ കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വിജയം, അതായത് 457 എത്തുമ്പോഴത്തേക്ക് നിങ്ങൾക്കൊരു കാര്യം അറിയണം, ഇത് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ എത്രത്തോളം ഉണ്ട് ഈ പ്രവേശനം പറയുമ്പോൾ തീർച്ചയായിട്ടും അത് നമുക്ക് നോക്കിയിട്ട് ബാക്കി ലിസ്റ്റ് വരുന്നതേ ഉള്ളൂ. തീർച്ചയായിട്ടും നമുക്ക് ഏറ്റവും അടുത്ത് തന്നെ നമുക്ക് അത് അവരെ അറിയിക്കാനായിട്ട് കൃത്യമായിട്ട് അറിയിക്കും. മാത്രമല്ല സ്ഥാപനം സെലക്ട് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ആലോചിച്ച് വേണം ചെയ്യാൻ. നിങ്ങൾക്ക് വിശ്വസിക്കാം ബ്രില്യന്റ് സ്റ്റഡി സെന്റർ. തീർച്ചയായിട്ടും. കാരണം അധ്യാപകർ വിശ്വസിക്കാം. തീർച്ചയായിട്ടും. ബ്രില്യന്റ് ഡയറക്ടേഴ്സിന് നിങ്ങൾക്ക് സ്വപ്നവും കാണാം. കഴിവിൽ വിശ്വസിച്ച് സ്വാഗതം ചെയ്യുക അല്ലേ സാർ? തീർച്ചയായിട്ടും. എന്റെ ബ്രില്യന്റ് ഫാമിലി നിങ്ങളെ വെയിറ്റ് ചെയ്യുകയാണ്. കാരണം 2025 നിങ്ങളുടെ സ്വപ്നത്തിലുണ്ടെങ്കിൽ മെഡിക്കൽ കോഴ്സുകൾ, എയിംസുകൾ, ഡൽഹിയിൽ ജിപ്മർ ഒക്കെ നിങ്ങളുടെ ഉറക്കം കെടുത്തുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് കടന്നു വരാമെന്നുള്ളതാണ്. റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ അല്പം ശ്രദ്ധിക്കണം. ഇപ്പൊ ഒരു റെസ്റ്റ് എടുക്കും. ഇന്നലെ പരീക്ഷ, നാളെ തുടങ്ങുന്ന ബാച്ചിൽ വന്ന് ചേരരുത്. തീർച്ചയായിട്ടും. നാളെ കഴിഞ്ഞ് ഒരു ബാച്ച് തുടങ്ങുന്നുണ്ടെങ്കിൽ അവിടെ ചേരാൻ പാടില്ല. കൃത്യമായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യണം. ഇതെന്നെ കൊണ്ട് പറ്റുന്നതാണോ, അതിനുള്ള മാർക്കുണ്ട്, ആ മാർക്കൊക്കെ നോക്കി കൃത്യമായിട്ട് R&D റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് അത് കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ ക്രൈറ്റീരിയ അതിന്റെ അപ്പുറത്തേക്കുള്ള കുട്ടികൾക്കാണ് സാധാരണ. നമുക്കറിയാം നിങ്ങളുടെ കമന്റുകൾ ഞങ്ങൾ കാണുന്നുണ്ട്. നിങ്ങൾ കമന്റുകൾ കാണാത്തത് കൊണ്ടല്ല. 685 മുകളിൽ 457 കുട്ടികളെ നമുക്ക് ഇതുവരെ കാണാനായിട്ട് സാധിച്ചെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ഓർക്കുക, അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ഇത് എത്രത്തോളം പ്രതിഫലിക്കുന്നു എന്ന് നോക്കിയിട്ടാണ് നമുക്ക് കട്ട് ഓഫിനെ കുറിച്ച് തീർച്ചയായും അതാ പറഞ്ഞത്. നീറ്റ് കട്ട് ഓഫിനെ കുറിച്ച് നമുക്ക് ഇപ്പൊ പറയാറായിട്ടില്ല. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പല ചാനലുകൾ നിങ്ങൾ നോക്കിക്കോളൂ, 5 മാർക്ക് 10 മാർക്കൊക്കെ എന്ന് പറയൂ. ഞങ്ങൾ ഒന്നും വെറുതെ പറയുകയില്ല. കൃത്യമായ പഠനം നടത്തിയിട്ട് ഈ മലയാളികളുടെ വിജയം, കാരണം മറ്റൊരിടത്തും നോക്കിയിട്ട് ഞങ്ങൾക്ക് കേരളത്തിൽ മറ്റ് റിസൾട്ടുകൾ നമുക്ക് 4-5 റിസൾട്ടുകൾ മാത്രമൊക്കെയാണ് 700 മുകളിൽ കാണാൻ സാധിക്കുന്നത്. പല സെന്ററുകളിലും കേൾക്കുന്നുണ്ട്. അതെല്ലാം കൂടെ കൂട്ടിയിട്ട് 9 എണ്ണം നമ്മൾ അതാ പറഞ്ഞു. അപ്പോൾ 700 മുകളിൽ നമുക്ക് അങ്ങനെ കാണാൻ സാധിക്കുന്നുള്ളൂ. ഇപ്പോൾ 685 മുകളിലാണെങ്കിൽ നമുക്ക് വളരെ കുറച്ച് റിസൾട്ടുകൾ മാത്രമേ കേരളത്തിൽ തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും. അപ്പം അത് അഖിലേന്ത്യാ അടിസ്ഥാനത്തിലേക്ക് ഒന്ന് ഉറക്കെ കൂടെ ഓർപ്പിക്കുകയാണ്. ഈ 685 മുകളിൽ 457 കുട്ടികളോട്, അവരുടെ രക്ഷിതാക്കളോട് അഖിലേന്ത്യാ അടിസ്ഥാനത്തിന്റെ പ്രവേശന സാധ്യതകളെ അത് നിങ്ങൾ വിലയിരുത്തണം. എയിംസുകളും ജിപ്മറുകളും എയിംസ് ലൈക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഓൾ ഇന്ത്യ കോട്ട വഴിയുള്ള ഏറ്റവും ടോട്ടൽ പ്രവേശനങ്ങളും ഒക്കെ വിലയിരുത്തിക്കൊണ്ട് തന്നെ ആയിരിക്കണം കേരളത്തിന്റെ സാധ്യതകൾ നിലയിരുത്താനായിട്ട്. നമ്മുടെ റിപ്പീറ്റേഴ്സ് ബാച്ചിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും. അതുപോലെ റിപ്പീറ്റേഴ്സ് ബാച്ചിലേക്ക് വരുമ്പോൾ നമുക്ക് ആവശ്യത്തിന് റെസ്റ്റ് എടുത്ത് മാനസികമായ പക്വതയോടെ അതിനോട് ഒരുങ്ങണം. തീർച്ചയായിട്ടും. കാരണം നമുക്ക് NCERTയുടെ കൃത്യമായ ഒരു പാറ്റേണിലൂടെ, അത് കൃത്യമായിട്ട് റെഗുലർ ക്ലാസ്സുകളിലൂടെ തന്നെ സിലബസ് നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. റെഗുലർ ക്ലാസ്സുകളിലൂടെ നമുക്ക് ക്ലാസ്സുകൾ എടുത്ത് ആ പാഠഭാഗങ്ങൾ മുഴുവൻ നിങ്ങൾക്ക് ക്ലാസ്സുകൾ എന്ത് അപ്ഡേഷൻ വന്നാലും അന്നേരം തന്നെ കുട്ടികളെ അറിയിച്ചു. നമ്മൾ ഓർക്കുക പ്രാക്ടിക്കൽ കെമിസ്ട്രി, പ്രാക്ടിക്കൽ ഫിസിക്സ് ഒക്കെ തീർച്ചയായിട്ടും ആഴ്ച കുട്ടികൾ ക്ലാസ് എടുത്തു. അതിന്റെ ഇന്നലെ ലൈവ് സെക്ഷനിൽ അതിന്റെ ആൻസർ പറഞ്ഞിട്ട് ടോമും മറ്റവരൊക്കെ എന്ത് ഹാപ്പി ആയിട്ടാണ്. കാരണം അതിന്റെ ആൻസർ അത് സിമ്പിൾ ആയിരുന്നു സാറേ, കിട്ടി. അതെ. അപ്പോൾ 720 എന്ന മാന്ത്രിക സംഖ്യയിൽ
അത് ഒരുപക്ഷെ ബ്രില്യന്റിന്റെ സ്വപ്നവുമായിരുന്നു, ഞങ്ങൾ അംഗീകരിക്കുന്നു. പക്ഷേ ആ സ്വപ്നം സഫലമായതിന്റെ 720 ഒരുപക്ഷെ ഓൾ ഇന്ത്യ റാങ്ക് 1 വർഷം പിന്നിടുമ്പോൾ 4 പേരാണ് 720 വർഷത്തെ പാരമ്പര്യം എന്ന് പറയുന്നത് അടിവരയിടുകയാണ്. ആ പാരമ്പര്യത്തിന് വലിയ വില ഒരിക്കൽ കൂടി ഇതുവരെ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന റിസൾട്ടിനെ ഞങ്ങൾക്ക് ഒന്ന് അപഗ്രഥിച്ചുകൊണ്ട് ഞങ്ങൾ ഈ ലൈവ് സെക്ഷനിൽ മടങ്ങുകയാണ്. കട്ട് ഓഫിനെ കുറിച്ച്, കേരളത്തിന്റെ സാധ്യതകളെ കുറിച്ച്, ഓൾ ഇന്ത്യ റാങ്കിങ്ങിനെ കുറിച്ച് ഏറ്റവും കൃത്യമായ കണക്കുകളുമായിട്ട് ഞങ്ങൾ അടുത്ത ദിവസം തന്നെ ലൈവ് സെക്ഷനിൽ ചേരുന്നുണ്ട്. ഓൾ ഇന്ത്യ അലോട്ട്മെന്റിന്റെ കട്ട് ഓഫ് സാധ്യതകൾ, കേരളത്തിലെ കട്ട് ഓഫ് സാധ്യതകൾ, റിസർവേഷൻസിലുള്ള സാധ്യതകളെ കുറിച്ചൊക്കെ നാളെ തന്നെ നമുക്ക് മിക്കവാറും നാളെ തന്നെ നമുക്ക് വിദ്യാർത്ഥികളോട് എത്തിക്കാൻ സാധിക്കും. നിങ്ങളുടെ കമന്റുകൾ ഞങ്ങൾ കാണുന്നുണ്ട്. മൊത്തത്തിൽ നാഷണൽ ലൈഫിൽ ഒന്ന് അന്വേഷിച്ച് കൃത്യമായി ഇത് പലയിടത്തുനിന്നും അഭിനന്ദനങ്ങൾ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അഭിനന്ദനങ്ങൾ തീർച്ചയായിട്ടും. അതിന് നന്ദി പറയേണ്ടത് ആദ്യം ഞങ്ങൾ വിദ്യാർത്ഥികളോട് തന്നെയാണ്. ബ്ലൂ ലവ് പോരട്ടെ, ബ്ലൂ ലവ് തീർച്ചയായിട്ടും ഇഷ്ടം പോലെ ബ്ലൂ ലവ് ഇങ്ങനെ പറക്കട്ടെ. ബ്ലൂ ലവുകൾ കേരളം മുഴുവൻ നിറയട്ടെ. ഞങ്ങൾക്ക് വിദ്യാർത്ഥികളെ സ്നേഹിച്ചതിന്റെ, വിദ്യാർത്ഥികളെ കരുതിയതിന്റെ, തീർച്ചയായിട്ടും മാധ്യമങ്ങൾ അടക്കം ചർച്ച ചെയ്യേണ്ട മറ്റൊരു വിഷയങ്ങൾ കൂടി. കാരണം 720 അടക്കം 720 4 വിദ്യാർത്ഥികൾ, 715 മുതൽ 12 വിദ്യാർത്ഥികൾ, 710, 712, 15 വിദ്യാർത്ഥികൾ, 700 മുകളിൽ 113 140, 700 മുകളിൽ 140 വിദ്യാർത്ഥികൾ. ഇതാ നമുക്ക് 695 മുകളിൽ 205 വിദ്യാർത്ഥികൾ, 690 മുകളിൽ 327 വിദ്യാർത്ഥികൾ, 685, 457 വിദ്യാർത്ഥികൾ. കൃത്യമായിട്ട് ഓൾ ഇന്ത്യ ലെവലിലുള്ള റിസൾട്ട് അനാലിസിലൂടെ ഞങ്ങൾ കടന്നു പോകേണ്ടതുണ്ട്. കാരണം എത്രത്തോളം ഈ റിസൾട്ട് മറ്റുള്ള സ്റ്റേറ്റുകളിലുണ്ട്, അതിനനുസരിച്ച് വേണം നമുക്ക് ഓൾ ഇന്ത്യ കട്ട് ഓഫ് ഒക്കെ പറയാനായിട്ട്. അതുകൊണ്ട് ബാക്കിയുള്ള എണ്ണ ഇതിലും മോള് വരും തീർച്ചയായിട്ടും. കാരണം ഈ വർഷം കേരള മെഡിക്കൽ റാങ്കിലൊക്കെ മറ്റൊരു വർഷം 2022, 23, ഇതാ 24ലും കേരള മെഡിക്കൽ റാങ്കിലൊക്കെ നമുക്ക് ഓൾ ഇന്ത്യ റാങ്കിങ് വന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞെങ്കിൽ പിന്നെ കേരള മെഡിക്കൽ റാങ്കിനെ കുറിച്ച് നമുക്ക് പറയേണ്ടതായിട്ടില്ലല്ലോ. ചാനലിലും കട്ട് ഓഫ് ഒക്കെ പറയുന്നുണ്ട്, കട്ട് ഓഫ് ഒക്കെ നോക്കുന്നുണ്ട്. അത് നമ്മൾ കൃത്യമായി അവർക്ക് മൊത്തം റിസൾട്ട് ഇല്ല. അവർക്ക് അവരുടെ കയ്യിലുള്ള 1-2 റിസൾട്ടുകൾ നോക്കിയിട്ട് കട്ട് ഓഫ് പറയേണ്ടത്. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഞങ്ങളുടെ റിസൾട്ടുകളെ പോലും ഞങ്ങളിപ്പോൾ പൂർണ്ണമായിട്ടും അത് അപഗ്രഥിച്ചിട്ടില്ല. പക്ഷേ കൃത്യമായിട്ടും 685 താഴോട്ടുള്ള 600 മുകളിലോട്ടുള്ള ഓൾ ഇന്ത്യ ലെവൽ കട്ട് ഓഫിനെ കുറിച്ചുള്ള ലൈവുമായിട്ട് ഏറ്റവും അടുത്ത് ഞങ്ങൾ ജോയിൻ ചെയ്യുന്നതാണ്. ഒരിക്കൽ കൂടി ഐതിഹാസികമായ വിജയം 720 720 40 വർഷത്തെ ചരിത്രത്തിൽ 4 പേർ ഈ വർഷം മാത്രം 720 ഐതിഹാസികമായ വിജയം റിപ്പോർട്ട് ചെയ്തു. അഖിലേന്ത്യാ തലത്തിൽ 1ാം റാങ്കിലേക്ക് ബിർലൻ സ്റ്റഡി സെന്റർ എത്തുമ്പോൾ തീർച്ചയായിട്ടും ചരിത്ര വിജയമാണ്. എൻ്റെ മലയാളി സമൂഹത്തിന് ആഹ്ലാദിക്കാം, അർമാദിക്കാം, അല്ലേ സാർ? തീർച്ചയായിട്ടും. അപ്പം ഞങ്ങൾ പിരിയുകയാണ് ഈ ലൈവ് സെക്ഷനിൽ നിന്ന്. 2025 നിങ്ങളുടെ സ്വപ്നത്തിലുണ്ടെങ്കിൽ, എയിംസുകൾ, ജിപ്പറുകൾ സ്വപ്നത്തിലുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് കൈകോർക്കാം. ഞങ്ങളുണ്ട് നിങ്ങളുടെ കൂടെ. മലയാളികളുടെ സ്വപ്നം തീർച്ചയായിട്ടും. നന്ദി, നമസ്കാരം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.